ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നൊരു ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്ക് 1 കിലോ ചിക്കൻ എടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ജിഞ്ചർ ഗാർലിക്ക്, പുതിന, പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്തിട്ട് ചതച്ചിട്ട് അതും ചേർത്ത് ഉപ്പ് ചതച്ച് നമുക്ക് നല്ലവണ്ണം പുരട്ടി വെക്കാം കുറച്ച് സമയത്തേക്ക്. ആ സമയത്ത് നമുക്ക് ഒരു പാൻ വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് 2 സവാള ഫ്രൈ ചെയ്യാൻ വെക്കാം. നല്ല ബ്രൗൺ ആക്കി എടുക്കുക. അതിന് ശേഷം കുറച്ച് കാഷ്യൂം, അണ്ടിപ്പരിപ്പ്, മുന്തിരിയെല്ലാം നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് നല്ല ബ്രൗൺ ആക്കിയതിന് ശേഷം ആ സെയിം പാനിലേക്ക് തന്നെ നമുക്ക് ചിക്കൻ്റെ ഗ്രേവിക്കുള്ള 2 സവാള അരിഞ്ഞ് ചേർക്കാം. അന്ന് ഒരു ലൈറ്റ് ബ്രൗൺ ആയി വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം കുറച്ച് ചിക്കൻ പൊടി ചേർത്ത് കൊടുക്കാം, കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടി ആവശ്യമുള്ളവർക്ക് മാത്രം ചേർത്താൽ മതി. ഞാൻ മുളക് പൊടി ഇതിൽ ചേർക്കുന്നില്ല, കാരണം ഞാൻ പച്ചമുളക് നന്നായിട്ട് ഇതിൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ നന്നായി സോട്ട് ചെയ്ത് വന്നതിന് ശേഷം നമുക്ക് ഒരു തക്കാളി ഇതിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം. അത് നന്നായി വാടി വന്നതിന് ശേഷം കുറച്ച് 2 സ്പൂൺ തൈര് നമുക്കതിലേക്ക് ഇടാം. അത് നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 20 മിനിറ്റ്സ് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഇടുമ്പോഴത്തേക്കും ചിക്കൻ നല്ലവണ്ണം കുക്കായിട്ട് വന്നിട്ടുണ്ടാവും, നല്ല ഗ്രേവിയൊക്കെ ഉണ്ടാവും. ഇനി നമുക്ക് റൈസ് കുക്ക് ചെയ്തെടുക്കാം. ഞാൻ കുക്കറിലാണ് റൈസ് ചെയ്യുന്നത്. ഞാൻ വെള്ളം വറ്റിച്ചാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കുക്കറിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കാം ആദ്യം. പിന്നെ എല്ലാ ഹോൾ സ്പൈസസ് എല്ലാം അതിലേക്ക് ചേർക്കാം. പിന്നെ ജിഞ്ചർ ഗാർലിക്ക്, പച്ചമുളക്, കുറച്ച് സവാള അതുകൂടി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് നല്ലൊരു ലൈറ്റ് ബ്രൗൺ ആയിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു 20 മിനിറ്റ്സ് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ബസ്മതി റൈസ് അതിലേക്ക് ചേർക്കാം. ഒരു 5 മിനിറ്റ്സ് നല്ലോണം ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് എന്നുള്ള രീതിയിലാണ് വെള്ളം ഒഴിക്കുന്നത്. അപ്പോൾ ഞാൻ 4 ഗ്ലാസ് അരി എടുത്തതുകൊണ്ട് 8 ഗ്ലാസ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചിരിക്കുന്നത്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. നാരങ്ങാനീര് ചേർക്കേണ്ടവർക്ക് അങ്ങനെ ചേർക്കാം. ഞാൻ നാരങ്ങാനീര് പൊതുവെ ചേർക്കൽ കുറവാണ്. ഇപ്പോൾ ഞാൻ വിനാഗിരിയാണ് ഇതിലേക്ക് ഒഴിക്കുന്നത്. ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ 2 വിസിലടിച്ചെടുക്കാം. അപ്പോൾ അരിയെല്ലാം നല്ല പെർഫെക്റ്റായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ദമ്മിടാം. കുറച്ച് റൈസ് നമുക്ക് ആ ചിക്കൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. റൈസ് ഇട്ടതിന് ശേഷം നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന എല്ലാ ഐറ്റംസും അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉള്ളിയും കാഷ്യൂം റൈസൻസും എല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ അതിൻ്റെ ഒരു ക്യാരറ്റ് കുറച്ച് ഗ്രേറ്റ് ചെയ്തുകൂടെ വെച്ചിട്ടുണ്ട്, അതുകൂടി ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് മല്ലിയിലയും പുതിനയിലയും അതും ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊരു 2 ലെയറായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും കറക്റ്റായിരിക്കും. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ടൊന്ന് ദമ്മിട്ടെടുക്കാം. ഒരു 15 to 20 മിനിറ്റ്സ് നമുക്കൊന്ന് അടച്ച് വെച്ച് ദമ്മിട്ടെടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ടാവും. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എൻ്റെ കുട്ടികൾക്കൊക്കെ അത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇടയ്ക്ക് ഇവിടെ ഉണ്ടാക്കാറുമുണ്ട്. അപ്പം നന്നായി റൈസെല്ലാം നല്ല കറക്റ്റ് വെന്ത് വന്നിട്ടുണ്ട്. കണ്ടോ, നല്ലൊരു ചിക്കൻ ബിരിയാണിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.